നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ദേശീയപാതയുടെ ഭാഗമായുള്ള ബീച്ചിലെ എലിവേറ്റഡ് ഹൈവേയിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയാത്തത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന പരാതി ഉയരുന്നു. ആലപ്പുഴ ബീച്ചിലെ നഗരസഭയുടെ ശുചിമുറി പുതുവത്സരം പ്രമാണിച്ച് താൽക്കാലികമായി തുറന്നു. നിർമ്മിച്ച കാലം മുതൽ അടഞ്ഞുകിടക്കുന്ന ശുചിമുറിയാണിപ്പോൾ നാട്ടുകാർക്കും ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾക്കുമായി പുതിയ നഗരസഭാ ഭരണാധികൾ തുറന്നു നൽകിയിരിക്കുന്നത്. അവതാറിന്റെ മായികലോകം നേർക്കാഴ്ചയായി ഒരുക്കുന്ന അവതാർ വേൾഡ് എക്സ്പോയ്ക്ക് അർത്തുങ്കൽ ബീച്ചിന് സമീപം തുടക്കമായി. കാവ എന്റർടൈൻമെന്റ്സ് ആണ് കാണാക്കാഴ്ചകളുടെ വിസ്മയലോകം തുറക്കുന്ന അവതാർ വേൾഡ് അർത്തുങ്കലിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ദേശീയപാതയുടെ ഭാഗമായുള്ള ബീച്ചിലെ എലിവേറ്റഡ് ഹൈവേയിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയാത്തത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന പരാതി ശക്തമാകുന്നു. ദിനവും ചെറുതും വലുതുമായ ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാന എലിവേറ്റഡ് പാലമാണ് ആലപ്പുഴ ബൈപ്പാസിന്റെ ഭാഗമായുള്ള എലിവേറ്റഡ് ഹൈവേ. മാളികമുക്ക് മുതൽ കുതിരപ്പന്തി വരെ നീളുന്ന ഈ മേൽപ്പാലത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാത്രികാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയാത്തതാണ് നാട്ടുകാരിലും ഇതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാർക്കും അമർഷമുണ്ടാക്കുന്നത്. കണ്ടെയ്നർ ലോറികൾ അടക്കമുള്ള വലിയ വാഹനങ്ങൾ നഗരത്തിലെ തിരക്കൊഴിവാക്കി സുഗമമായ യാത്രയ്ക്കായി ഈ പാലത്തിനെ ആശ്രയിച്ചാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ സ്ട്രീറ്റ് ലൈറ്റ് തെളിയാത്തത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നാണ് ഏവരുടെയും വിലയിരുത്തൽ. അതേസമയം സന്ധ്യയായാൽ കത്തേണ്ട സമയത്ത് കത്തേണ്ട വിളക്കുകൾ കത്താതിരിക്കുകയും പകൽ സൂര്യപ്രകാശം തെളിയുന്നത് മുതൽ വൈകിട്ട് വരെ പാലത്തിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കിടക്കുന്നത് ഇവിടെ പതിവാണെന്ന ആക്ഷേപവും പാലത്തിന്റെ താഴെ താമസിക്കുന്നവരും വ്യാപാരികളും ആക്ഷേപിക്കുന്നുണ്ട്. പുതുവത്സരം കൂടി പിറക്കുന്നതോടെ നിരവധി വാഹനങ്ങൾ ഈ പാലത്തിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ബീച്ചിലെ നഗരസഭയുടെ ശുചിമുറി പുതുവത്സരം പ്രമാണിച്ച് താൽക്കാലികമായി തുറന്നു. നിർമ്മിച്ച കാലം മുതൽ അടഞ്ഞുകിടക്കുന്ന ശുചിമുറിയാണ് ഇപ്പോൾ നാട്ടുകാർക്കും ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾക്കുമായി പുതിയ നഗരസഭാ ഭരണാധികാരികൾ തുറന്നു നൽകിയിരിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ബീച്ചിലെത്തുന്ന സഞ്ചാരികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ നെട്ടോട്ടമോടുന്ന കാഴ്ചയ്ക്ക് പരിഹാരമുണ്ടാക്കാനായിട്ടാണ് സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായി ബീച്ചിന് സമീപം ശുചിമുറി നിർമ്മിച്ചു നൽകിയത്. എന്നാൽ ശുചിമുറി കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിട്ടും ചില കാരണങ്ങളാൽ പുതുതായി നിർമ്മിച്ച ശുചിമുറി നാളിതുവരെ തുറന്നു പ്രവർത്തിപ്പിക്കാതെ അടഞ്ഞുകിടക്കുന്ന നിലയിലായിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകളും നേരത്തെ ന്യൂസ് സ്റ്റാർ ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴിതാ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകൾ ബീച്ചിലേക്ക് എത്തുമ്പോൾ അവർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാഹചര്യം വിരളമാണെന്ന ബോധ്യം ഉൾക്കൊണ്ട് നഗരസഭയുടെ പുതിയ ഭരണസമിതി താൽക്കാലികമായെങ്കിലും ശുചിമുറി തുറന്നു പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. സഞ്ചാരികളുടെ വലിയ ആശങ്കയ്ക്കാണിപ്പോൾ പരിഹാരമായിരിക്കുന്നത്. നിലവിൽ 2026 ജനുവരി 10 വരെ തികച്ചും സൗജന്യമായിട്ടാണ് സഞ്ചാരികൾക്കായി നഗരസഭ ഈ ശുചിമുറി തുറന്നു നൽകിയിരിക്കുന്നത്. മാത്രമല്ല, മേൽനോട്ടത്തിനായി നഗരസഭയുടെ 2 ജീവനക്കാരെയും ഇവിടെ നിയമിച്ചിട്ടുണ്ട്. ദിനവും രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 8 വരെയുമാണ് ശുചിമുറിയുടെ പ്രവർത്തനം. പുതുവത്സരാഘോഷം രാത്രി ഏറെ നീളുന്നതിനാൽ രാത്രി 8 മണി എന്നത് കുറച്ചുകൂടി നീടാനും സാധ്യതയുണ്ടെന്നും അധികൃതർ പറഞ്ഞു. അവതാറിന്റെ മായികലോകം നേർക്കാഴ്ചയായി ഒരുക്കുന്ന അവതാർ വേൾഡ് എക്സ്പോയ്ക്ക് അർത്തുങ്കൽ ബീച്ചിന് സമീപം തുടക്കമായി. കാവ എന്റർടൈൻമെന്റ്സ് ആണ് കാണാക്കാഴ്ചകളുടെ വിസ്മയലോകം തുറക്കുന്ന അവതാർ വേൾഡ് അർത്തുങ്കൽ ബീച്ചിൽ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി കേരളത്തിനകത്തും പുറത്തുമായി എക്സ്പോ രംഗത്ത് സജീവ സാന്നിധ്യമായ കാവ എന്റർടൈൻമെന്റ്സിന്റെ നേതൃത്വത്തിൽ ജനുവരി 31 വരെയാണ് അവതാറിന്റെ മാസ്മരിക ലോകം കാഴ്ചവെക്കുന്ന അവതാർ വേൾഡ് എക്സ്പോ നടത്തുന്നതെന്ന് കാവ എന്റർടൈൻമെന്റ്സ് പ്രൊപ്പറേറ്റർ കൂടിയായ PS സാജിദ്, മാനേജർ മൂസ കലീം എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് ശരിക്കും ഒരു 5000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച നമ്മുടെ അത്യാവശ്യം സിനിമാ രംഗത്തുള്ള കലാ സംവിധായകരുടെ ഒരു 10-15 ദിവസത്തെ അധ്വാനമാണ് ആ ഒരു അവതാർ വേൾഡ് എന്ന് പറഞ്ഞ സംഭവം. ഇത് ശരിക്കും പലർക്കും ഒരു സംശയമുള്ളത്, ഈ അവതാർ വേൾഡ് എന്ന് പറഞ്ഞ സംഭവം, എക്സിബിഷൻ എന്ന് പറഞ്ഞ സംഭവം ഒരു സ്ക്രീനിങ് ആണോ അല്ലെങ്കിൽ ആളുകൾ കാണുന്ന സംഭവം. ഇതല്ല, ലൈവായിട്ട് നമ്മൾ അവതാർ ജംഗിൾ നമ്മൾ പൻഡോറ ജംഗിൾ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ അവതാർ ജംഗിളിൽ നമ്മൾ കയറി, നമ്മൾ ആ ഒരു ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറൊരു അത്ഭുത ലോകത്തേക്ക് കയറുന്ന ഒരു ഫീലാണ്. നമ്മുടെ അവതാർ ജംഗിളിലേക്ക് കയറുന്ന ഫുള്ളായിട്ട് നമ്മൾ സിനിമയിൽ കാണുന്ന ആ ഒരു ജംഗിളാണ് നമ്മൾ അവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്നത്.
അപ്പൊ അതിൽ കയറി ഇറങ്ങുന്നു. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ അവതാർ പല സ്ഥലങ്ങളിലും കേരളത്തിലും ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ പല സ്ഥലങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഇതില് ലൈവ് അവതാർസ് നമ്മൾ അതിൻ്റെ ഇടയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അവതാർസിന്റെ സെയിം കോസ്റ്റ്യൂംസിൽ ലൈവ് അവതാർസ് നമ്മുടെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ലൈവ് ആയിട്ട് നമ്മളവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ജെയിംസ് കാമറൂൺ അബ്രപാളിയിൽ എത്തിച്ച അവതാർ സിനിമയിലെ കാടിനെയും അതിലെ അവതാറായിട്ടുള്ള മനുഷ്യരെയും പുനഃസൃഷ്ടിച്ചിരിക്കുന്ന അത്ഭുത കാഴ്ചയാണ് 5000-ഓളം സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിരിക്കുന്നതെന്നും കേരളത്തിൽ ആദ്യമായിട്ടാണ് ലൈവ് അവതാർ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കേവലം 50 രൂപ മാത്രമാണ് ടിക്കറ്റ് നിരക്കെന്നും 3 വയസ്സിൽ താഴെയുള്ളവർക്ക് സൗജന്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അവധി ദിനങ്ങളിൽ രാവിലെ 11 മണി മുതലും അല്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതലുമാണ് ഷോ ആരംഭിക്കുന്നത്. സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കുട്ടനാട് മണ്ഡലത്തിലെ കർമ്മസമിതി പരിശീലനത്തിന് തുടക്കമായി. സംസ്ഥാനത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും പുതിയ കരുത്തും ദിശാബോധവും നൽകാനായി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരായാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായി പരിശീലന പരിപാടിക്ക് തുടക്കമായി. കുട്ടനാട്, അരൂർ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം മണ്ഡലങ്ങളിലെ കർമ്മസമിതി അംഗങ്ങൾക്കുള്ള പരിശീലനത്തിനാണിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറും ചാർജ് ഓഫീസറുമായ സന്തോഷ് മാത്യു നേതൃത്വം വഹിച്ചു. ജില്ലാ നിർവാഹക സമിതി അംഗം കെ സുമേഷ് ക്ലാസ് എടുത്തു. ജെ പ്രശാന്ത് ബാബു, ഇ രാജായി, സി രത്നകുമാർ, ടി എസ് അരുൺ, വിഷ്ണു വിജയൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ കളക്ടർ ചെയർമാനായ ജില്ലാതല നിർവാഹക സമിതിയുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ പദ്ധതിയുടെ നടപടികൾ പുരോഗമിക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു മണ്ഡലങ്ങളിലും പരിശീലനം നടക്കും. ജനുവരി 1 മുതലാണ് കർമ്മസമിതി അംഗങ്ങൾ വീടുകളിലെത്തി വിവരശേഖരണം നടത്തുക. LDF പുന്നപ്ര വടക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉന്നത വിജയം കൈവരിച്ച LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. അമ്പലപ്പുഴ MLA H. സലാം സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുന്നപ്ര വടക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ജില്ലാ പഞ്ചായത്ത് പുന്നപ്ര ഡിവിഷനിൽ നിന്ന് വിജയിച്ച അഡ്വക്കേറ്റ് ആർ രാഹുൽ, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് വിജയികളായ പ്രേംബാസി, KF ലാൽജി, പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് വിജയിച്ച അജിത ശശി, PR രതീഷ് കുമാർ, P മഹേഷ്, R നാരായണൻ, N ശിവകുമാർ, രശ്മി ഷിബു, മേരി യേശുദാസ്, ലിജി പുരുഷോത്തമൻ ഉൾപ്പെടെയുള്ളവർക്കാണ് സ്വീകരണം നൽകിയത്. H. സലാം MLA സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. BJP മുന്നോട്ട് വരാൻ കോൺഗ്രസ്സായി ജയിപ്പിച്ചാലും കുഴപ്പമില്ല. ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ BJP ആണ്. രാത്രി കിടന്നുറങ്ങുമ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ രാവിലെ എഴുന്നേക്കും BJP ആവാൻ ഒരു മടിയുമില്ല. ഈ പറയപ്പെട്ട കോൺഗ്രസിനെ എന്നുള്ളതല്ല ഈ നാടിൻ്റെ അനുഭവം. മറുഭാഗത്ത് SDP ആയിട്ട് കൂട്ടുകൂടുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ കൂട്ടരെയും നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ കൂട്ടരുടെയും മുഖ്യമായ ശത്രു ഈ കേരളത്തിൽ ഇടതുപക്ഷമാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയോ, BJP മുഖ്യ ശത്രു BJPക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനത്തിന് അവരുടെ മുഖ്യമായ ശത്രു ഈ കേരളത്തിൽ ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. SDP എന്ന് പറയുന്ന മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയ്ക്ക് ഈ കേരളത്തിൽ മുഖ്യമായ ശത്രു കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷമാണ്. കോൺഗ്രസ് ലീഗ് അടങ്ങുന്ന UDFന് മുഖ്യ ശത്രു ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷമാണ്. ഇവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ നമ്മൾ ഭരണത്തിൽ വന്നു. എത്ര സീറ്റുണ്ട് UDFന്? നമ്മൾ നോക്ക്, SDP 6 സീറ്റ് ജയിച്ചു. 6 സീറ്റിൽ 4 സ്ഥലത്തും ഇടതുപക്ഷവും SDP നേരെ മത്സരിക്കുകയാണ്. ഞങ്ങളാ മത്സരിക്കുന്നവരെ തോൽപ്പിക്കാൻ. UDF എത്രാം സ്ഥാനത്ത്? 3-ാം സ്ഥാനത്ത്, 4-ാം സ്ഥാനത്ത് വന്നു. എത്ര വോട്ടാണെന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെങ്ങനെ മനസ്സിലായി ഇവിടെ എല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവരെല്ലാരും കൂടി ലക്ഷ്യം വെക്കുന്നത് അവരെല്ലാരും കൂടി കൂടിയാലും കുഴപ്പമില്ല, നമ്മൾ തോക്കണമെന്നാണ്. ആ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ CPM സെക്രട്ടറി അൻസാരിയെ മത്സരിപ്പിച്ചു സീറ്റ് പിടിക്കാൻ. 540 വോട്ട് നേടി അൻസാരി.
ആ വാർഡിൽ ഇടതുപക്ഷം കരസ്ഥമാക്കി എക്കാലത്തെ ഏറ്റവും ഉയർന്ന വോട്ട് നേടി 540 വോട്ട് പിടിച്ചു. SDP ചെറിയ വോട്ടിൽ ജയിച്ചു. എന്താ ജയിക്കാൻ കാര്യം? UDF വോട്ട് അങ്ങോട്ട് കൊടുത്തു മാത്രമല്ല BJP മത്സരിച്ച് അവരുടെ വോട്ട് കൊടുത്തു. നമ്മൾ ചിന്തിക്കാൻ പറ്റുമോ? BJP-കാരന്റെ വോട്ട് SDP-കാരന് ചെയ്യും എന്ന് എവിടെയെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ചേർന്ന സമ്മേളനത്തിൽ KF ലാൽജി അധ്യക്ഷത വഹിച്ചു. CPIM പുന്നപ്ര സെൻട്രൽ, പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ R അശോക് കുമാർ, PU ശാന്താറാം, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S കുഞ്ഞുമോൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KP സത്യകീർത്തി, S രാജേഷ്, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സജിത സതീശൻ എന്നിവർ സംസാരിച്ചു. ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം ജനുവരി 2 ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതാണ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അഥവാ ഫെപ്വ. ആ ഫെപ്വയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് ജനുവരി 2 പഗോഡ ഹോട്ടലിൽ വെച്ച് നടക്കുക. ബഹുമാന്യനായ ശ്രീ പ്രേമേന്ദ്രൻ അവറുകൾ, കാരണം EPF വിഷയമായിട്ട് പാർലമെന്റിനകത്തും പുറത്തും വളരെ കൃത്യമായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ആരാധ്യനായ പ്രേമേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യ അതിഥിയായിട്ട് KSFയുടെ ചെയർമാൻ ശ്രീ വരദരാജൻ അവറുകളാണ് പങ്കെടുക്കുന്നത്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് ചാലി P. ചാലി. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കേസ്, സുനിൽകുമാറിൻ്റെ കേസ് സുപ്രീം കോടതി വരെ നമുക്ക് വേണ്ടി വാദിക്കുകയും പിന്നീട് ജഡ്ജിയായ ആളാണ് ശ്രീ ചാലി P. ചാലി. കൂടാതെ വളരെ പ്രമുഖരായ ആളുകൾ അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും കാലികമായ EPFന്റെ വിഷയങ്ങൾ 2026 ജനുവരി 2 രാവിലെ 10 മണിക്ക് പഗോഡ ഹാളിലെ സുദേവകുമാർ നഗറിൽ നടക്കുന്ന സമ്മേളനം കൊല്ലം MP NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കേരളീയ സമ്പദ് വ്യവസ്ഥയിൽ KSFയുടെ പ്രാധാന്യവും പുതിയ ജീവനക്കാരുടെ പെൻഷനും എന്ന വിഷയത്തെ അധികരിച്ച് KSFE ചെയർമാൻ K. വരദരാജനും EPS പ്രോറേറ്റ വിഷയവും സാധ്യതയും വിഷയത്തിൽ കേരള ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജും സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനുമായ ഷാജി പോൾ ചാലിയും പ്രഭാഷണം നടത്തും. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ആനി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. B. സുനിൽകുമാർ സമ്മേളനത്തിന് സ്വാഗതം പറയും. CR മോഹൻകുമാർ, PK ശെൽവരാജ്, S. മധുസൂദനൻ, സുരേഷ് കുമാർ, TA വർഗീസ്, M. കബീർ, B. സുനിൽകുമാർ, B. ശ്രീകുമാർ എന്നിവർ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ ദേശീയപാതയുടെ ഭാഗമായുള്ള ബീച്ചിലെ എലിവേറ്റഡ് ഹൈവേയിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയാത്തത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന പരാതി ഉയരുന്നു. ആലപ്പുഴ ബീച്ചിലെ നഗരസഭയുടെ ശുചിമുറി പുതുവത്സരം പ്രമാണിച്ച് താൽക്കാലികമായി തുറന്നു. നിർമ്മിച്ച കാലം മുതൽ അടഞ്ഞുകിടക്കുന്ന ശുചിമുറിയാണിപ്പോൾ നാട്ടുകാർക്കും ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾക്കുമായി പുതിയ നഗരസഭാ ഭരണാധികാരികൾ തുറന്നു നൽകിയിരിക്കുന്നത്. അവതാറിന്റെ മായിക ലോകം നേർക്കാഴ്ചയായി ഒരുക്കുന്ന അവതാർ വേൾഡ് എക്സ്പോയ്ക്ക് അർത്തുങ്കൽ ബീച്ചിന് സമീപം തുടക്കമായി. കാവ എന്റർടൈൻമെന്റ്സ് ആണ് കാണാക്കാഴ്ചകളുടെ വിസ്മയ ലോകം തുറക്കുന്ന അവതാർ വേൾഡ് അർത്തുങ്കലിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.